ഗാനമേളകളിലും ടെലിവിഷൻ ഗാനരംഗത്തും സജീവ സാന്നിധ്യമായ ഒരു വ്യാപാരിയാണ് ദേവദാസ് നമ്പലാട്ട്. ശ്രീ ദേവദാസ് നമ്പലാട്ട്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് പാട്ടിലേക്ക് വരുന്നത്? വ്യാപാരത്തിൻ്റെ ഒരു ലോകം, കുടുംബം അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് പാട്ടിലേക്ക് വരുന്നത്? എങ്ങനെയാണ്? അതെ, ബേസിക്കലി എൻ്റെ ഫാമിലിയിലൊരു സംഗീത പാരമ്പര്യമുണ്ട്. എനിക്ക് വീട്ടിലൊരു ക്ഷേത്രമുണ്ട്, ഭക്തമീര ക്ഷേത്രം. എൻ്റെ മരിച്ചുപോയ ചേച്ചിയുടെ ഓർമ്മയ്ക്ക് അച്ഛൻ പണിതാണ്. അവിടെ എല്ലാ വിശ്വവിഖ്യാതന്മാരായ ഗായകർ, ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഫെബ്രുവരി 4 എന്നാണ് ഉത്സവ ദിവസം. എല്ലാവർക്കും അറിയുന്നൊരു ഡേറ്റാണിത്. അന്നാണ് ഇവരുടെ കച്ചേരികളൊക്കെ അരങ്ങേറുക. അപ്പം അത് കുട്ടിക്കാലം തൊട്ട് കേട്ടിട്ടായിരിക്കണം സംഗീതം കൂടില്ല. പിന്നെ അമ്മയുടെ വീട്ടിലും സംഗീതം നല്ല ശക്തമായിട്ട് പാരമ്പര്യമായിട്ടുണ്ട്. ഞാൻ സംഗീതം അധികം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ സംഗീതം അങ്ങനെ പാടുകയാണ്. ഈ ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും മനസ്സർപ്പി, മറ്റു പാട്ടുകളിലും ഉണ്ടാവുമെങ്കിലും ഇതിൻ്റെ ഒരു ഭാവതലം വേറെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് എല്ലാ രസങ്ങളിലും ഭക്തി, സ്നേഹം, പ്രണയം ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഭക്തി ഓരോരുത്തരുടെ വ്യക്തികളെ അനുസരിച്ചിരിക്കും. ചിലർക്ക് ഭക്തി രസം കൂടുതലുള്ളവർക്കാണെങ്കിൽ ഭക്തി ഗാനങ്ങൾ പാടുമ്പോൾ കൂടുതൽ മനോഹരമാകും. അങ്ങനെയുള്ള വ്യത്യാസം മാത്രം. ഒരു ഭക്തിഗാനം നമുക്കൊന്ന് കേൾക്കാം. തൃച്ചംബരത്തിൻ്റെ തൃക്കോവിലിൽ സത്യസ്വരൂപിണി സർവേശ്വരി, തൃച്ചംബരത്തിൻ്റെ തൃക്കോവിലിൽ സത്യസ്വരൂപിണി സർവേശ്വരി, സകല ചരാചര പരിപാലകേ ദേവി പരബ്രഹ്മരൂപിണി മായേ, വാഴ്ത്തുന്നു നിന്നെ ഞാൻ ദേവികേ. വളരെ നന്നായിരിക്കുന്നു. ഈ പാട്ടുകളെല്ലാം പഠിച്ച് ചെറുപ്പത്തിൽ ഇതിൽ നിന്നൊരു വേദിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ പ്രൊഫഷണൽ ഗാനമേള രംഗത്തേക്ക് വരാൻ എനിക്കൊരു അവസരം കിട്ടി. ശ്രീ തോപ്പിൽ ആൻഡ്രോ ആണ് എന്നെ അതിലേക്ക് ആനയിച്ചത്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വളരെയധികം പാട്ടിൽ അല്ലെങ്കിൽ പാടാനുള്ള ഒരു ശൈലിയിലൊക്കെ വളരെയധികം എനിക്ക് ഗുണം ചെയ്തു തന്നു. ഈ സംഗീത സായാഹ്നം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. പലപ്പോഴും അതിൽ താങ്കൾ വളരെ സജീവമായിട്ടുണ്ടാവാറുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? ഈ പ്രോഗ്രാംസ് മറ്റുള്ളവർ കാണുമ്പോൾ ഇതിങ്ങനെ റെഫർ ചെയ്യുമല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം. ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് നല്ല പാട്ടുകൾ, റെഗുലറായിട്ടുള്ളൊരു ഗാനമേളകളിൽ നിന്ന് മാറി നിന്ന് കുറച്ച് നല്ല ഗാനങ്ങൾ, അതായത് മെലഡി ഇഷ്ടപ്പെടുന്ന ഒരു ക്രൗഡിന് വേണ്ടിയാണ് ഞാൻ അധികവും പാടുക. അങ്ങനത്തെ ക്രൗഡിനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ്. ഈ ഗാനമേളകളിൽ കൂടുതലും പാടുന്ന മെലഡി ടച്ചുള്ള ഒരു ഗാനം ഒന്ന് പാടാമോ? 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. സീരിയലുകൾക്ക് വേണ്ടിയിട്ട്, ചാനലുകളിലെ സീരിയലുകൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? എങ്ങനെയാണ്? നല്ലൊരു ടൈറ്റിൽ സോങ് എനിക്ക് ചിട്ടപ്പെടുത്തി തരണം, ദേവദാസ് തന്നെ പാടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതെനിക്ക് വന്നത്. അനിൽ ചേർത്തല എന്ന ഒരു വ്യക്തിയാണ് ഇത് എഴുതിയത്. പ്രണയം എന്ന സീരിയൽ ദൂരദർശനിലായിരുന്നു അത് പ്രക്ഷേപണം ചെയ്തത്. അതിൻ്റെ ടൈറ്റിൽ സോങ് പാടിയത് ഞാൻ തന്നെയാണ്. ഒന്ന് മൂടാമോ? തീർച്ചയായിട്ടും. പ്രണയം 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 പ്രണയം, ആദ്യ വസന്തത്തിൻ സൃഷ്ടിയിലിഴ ചേർന്ന അനുഭൂതിയല്ലേ പ്രണയം, ആദ്യ വസന്തത്തിൻ സൃഷ്ടിയിലിഴ ചേർന്ന അനുഭൂതിയല്ലേ പ്രണയം, അവിരാമമായി ലയഭാവമായി
ഭാവമായി കൂട്ടിനായി മോഹങ്ങളും മോഹഭംഗങ്ങളും. കൊള്ളാം. ഈ സംഗീതവും അതുപോലെ തന്നെ ബിസിനസ്സും, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? എൻ്റെ നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. എനിക്ക് ധാരാളം അങ്ങനെ ഒരു എന്താ പറയുക ഹെക്റ്റിക്കായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അല്ല എൻ്റെ. അപ്പോൾ എനിക്ക് കുറേ എൻ്റെ ഒരു ദിവസത്തിന് പകുതി സമയം എനിക്ക് സംഗീതത്തിന് വേണ്ടി മാറ്റി വയ്ക്കാൻ സാധിക്കും. ബാക്കിയുള്ള സമയം ഇതുകൊണ്ട് ഇത് മാനേജ് ചെയ്യാവുന്ന. തീർച്ചയായിട്ടും ഒരുമിച്ച് ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം, അനുഭവം. അതെ, കൊള്ളാം. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് കേരളം അവസാനിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ വന്നതിനും പങ്കെടുത്തതിനും വളരെയധികം സന്തോഷം.